ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കേണ്ടതല്ലേ. സോ എല്ലാവരും ഒന്ന് സഹകരിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് സുബഹ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം ഒന്ന് കിടക്കും. പിന്നെ ഒരു 7 മണി 7:15 ആകുമ്പോഴാണ് നമ്മൾ കിച്ചണിലോട്ടുള്ള എൻട്രി ഉണ്ടാവുക. സോ എന്നത്തെയും പോലെ നമ്മൾ ഇന്ന് കിച്ചണിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കലക്കി പാർന്ന അപ്പാണ് കേട്ടോ. അതായത് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് വെള്ളം പറഞ്ഞിട്ട് അങ്ങോട്ട് വീശി പറഞ്ഞെടുക്കുക. അപ്പോൾ അത് ഞാനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഗ്രേവി ആയിട്ട് ഇത്താത്ത ഗ്രീൻ പീസിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത്താത്ത കറി ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഒരു സൈഡിലിരുന്നിട്ട് അപ്പങ്ങൾ ഇങ്ങനെ ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ചുടാനുണ്ട്. എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഓരോ സൈഡ് ആംഗിളിലൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യില്ലേ. പക്ഷെ അതിനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു അല്ലറ ചില്ലറ കാര്യങ്ങളാണ്. നല്ല അടിപൊളിയായിട്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുമ്പോൾ ഇങ്ങനെ ആഗ്രഹം തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലെന്ന്. പക്ഷേ ചെയ്യലൊന്നുമില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എൻ്റെ ഐറൂസ് എന്നെ അന്വേഷിച്ച് വരും കേട്ടോ. ഇമ്മ ഇമ്മ അല്ലെങ്കിൽ മരിയ മരിയ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വരും. അവളുടെ സ്നേഹ കൂടുതൽ കൊണ്ട് വരികയായിരിക്കും. പക്ഷേ ജോലി തിരക്കിൽ എനിക്ക് ചില സമയങ്ങളിൽ ഭ്രാന്ത് കയറലുണ്ട് കേട്ടോ. സോ നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് ഡീപ്പ് ക്ലീൻ അല്ല, ഒരു ജസ്റ്റ് ഒരു ക്ലീൻ ചെയ്തിടുക. കാരണം ഡീപ്പ് ക്ലീൻ ചെയ്താൽ പിന്നെ ഇവിടെ കച്ചറ വെള്ളം തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐറൂസിന് ഫുഡ് കൊടുക്കാനായിട്ടിരിക്കാം കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ കഴിക്കും. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ കുറേ നേരം പ്രാന്താക്കിയിട്ട് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. അങ്ങനെ അവളുടെ ഫുഡ് എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല കേട്ടോ. അപ്പത്തിന് എന്തെങ്കിലും കരഞ്ഞിട്ടും ഇതായിട്ട് ഐറോസ് പിന്നാലെ വന്നിട്ടുണ്ടാവും. അങ്ങനെ സമാധാനത്തിൽ ഫുഡ് കഴിച്ചിട്ട് കുറേ കാലമായി ഗൈസ്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാനുണ്ടാവും. കാരണം വെയിലായാൽ അവിടെ നിന്നിട്ട് തിരുമ്പാൻ ഭയങ്കര പ്രയാസമായിട്ട്. കാരണം നല്ല പൊള്ളുന്ന വെയിലായിരിക്കും. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ക്ലോത്തൊക്കെ വാഷ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബെഡ് നീറ്റപ്പ് ആക്കിയിടാണ്. അപ്പോൾ പിന്നെ ഇത് കടയിലും എന്നാലും നമ്മൾ ഡ്യൂട്ടി നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു മിനി ട്രൈപോഡ് വെച്ചിട്ട് എൻ്റെ മകൾ ആറാടുകയാണ് അവിടെ. അങ്ങനെ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പോയതല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് അടിച്ചു വാരിയിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐറോസിനെ കുളിപ്പിക്കാനായിട്ടിരിക്കുക. അവൾ കുളിപ്പിച്ചിട്ട് പിന്നെ നേരെ കൺമഷിയൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കിയിട്ട് ഉറക്കാനായിട്ട് കിടത്തിട്ടോ. അപ്പോൾ ചിലവർക്ക് ഈ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ട ദേഷ്യമായിരിക്കും വരേണ്ടാവുക. കാരണം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ. ഒരു ഹൗസ് വൈഫ് എന്ന നിലയിലുള്ള എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. നേരെ പറയേ അതാതിരിക്കല്ലേ ഒക്കുമാര് വീഞ്ഞുണ്ടോ ഇനി എന്ത് കോട്ടായിരുന്നു. നമ്മുടെ ഐറോസിന് നല്ലോണം ഉറക്കം വന്നിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീന്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.